തോമസ് സാറേ നമസ്കാരം. നമ്മുടെ കുട്ടികൾ ഇക്കാലം അത്രയും ക്വിസ് മത്സരത്തിന് പഠിച്ചു വെച്ചിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നു മുതൽ മാറുകയാണ്. നമ്മുടെ നാട്ടിലെ സകലമാന മത്സര പരീക്ഷകൾക്കും ഉത്തരമായി വന്നിരുന്ന ഒരു ചോദ്യം ഇനി മുതൽ മാറ്റി പഠിക്കേണ്ടി വരികയാണ്, ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരികയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് നമുക്കറിയാവുന്നതുപോലെ ഇത്രയും കാലം നമ്മൾ പഠിച്ചതും നമ്മൾ പഠിപ്പിച്ചതും നമ്മൾ ചോദ്യത്തിനും മാർക്കിട്ടതും ഒക്കെ വത്തിക്കാൻ എന്ന ഉത്തരത്തിനാണ്. വത്തിക്കാൻ എന്ന രാജ്യം കഴിഞ്ഞ ഒരു 95 കൊല്ലമായി ലോകത്തിലെ ഏറ്റവും കൊച്ചു രാജ്യം, ഏറ്റവും ചെറിയ രാജ്യമാണ്. അപ്പോൾ ഇന്നു മുതൽ ഒരു പുതിയ രാജ്യം വന്നിട്ടുണ്ട്. അത് അൽബേനിയക്കകത്താണ്. വത്തിക്കാൻ വന്നത് ഇറ്റലിക്കകത്താണ്. ഇറ്റലിക്കകത്ത് എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വത്തിക്കാൻ ഉണ്ടായത്. അതുപോലൊരു പുതിയ രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ് ഈ ആഴ്ചയിൽ ലോകത്തുണ്ടായി. അതാണ് ഇന്നത്തെ ഒരു പത്രവാർത്ത. വലിയ വാർത്ത എന്നൊന്നും പറഞ്ഞുകൂടാ. അത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സാമൂഹ്യ പാഠത്തെയും ഒക്കെ ബാധിക്കുന്നതായതുകൊണ്ട് നമ്മുടെ പത്രങ്ങൾക്ക് അതൊന്നും സെൻസേഷണൽ ന്യൂസ് അല്ല. പക്ഷേ നമുക്കതൊരു ഇൻഫർമേറ്റീവ് ന്യൂസായിട്ട് നമ്മുടെ മക്കളോടും കുട്ടികളോടും പറയേണ്ടതുണ്ട്, പൊതുജനങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ അൽബേനിയക്കകത്തൊരു കൊച്ചു രാജ്യം പുതുതായി പിറന്നിരിക്കുന്നു. അത് വത്തിക്കാനേക്കാൾ രാജ്യമാണ്, വത്തിക്കാനേക്കാൾ ചെറിയ രാജ്യമാണ്. ഒരു രാജ്യമെന്ന് വിളിക്കുന്നത് എങ്ങനെയെന്ന് പോലും ആർക്കും ചോദിക്കാവുന്ന രാജ്യമാണ്. പക്ഷേ ആ രാജ്യം ഉണ്ടാക്കിയ അന്താരാഷ്ട്ര ധാരണ പ്രകാരം ഇന്ന് അത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. 27 ഏക്കറാണ് അതിൻ്റെ വിസ്താരം തോന്നുന്നത്. ആ രാജ്യത്തിൻ്റെ പിറവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് തോമസ് സാറിനോട് ചോദിക്കാനുള്ളത്, വത്തിക്കാൻ എന്ന രാജ്യം ഉണ്ടായത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? വത്തിക്കാൻ എപ്പോഴും നമ്മൾ ഓർത്തിരുന്നത് 115 ഏക്കർ മാത്രം ഉള്ള ഒരു രാജ്യം. അതെ, അവിടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 800 പീപ്പിൾ ഒക്കെയാണെന്നോ തോന്നുന്നു. 800 പേരുള്ള അതെ കൊച്ചു രാജ്യം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു. അവിടുത്തെ ഭരണാധികാരി മാർപ്പാപ്പയാണോ? അവിടുത്തെ ഭരണാധികാരി മാർപ്പാപ്പയാണ്. ആത്മീയവും ഈവൻ പൊളിറ്റിക്കൽ ലീഡറും സ്പിരിച്വൽ ലീഡറും മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ അധീനയിലുള്ള രാജ്യമാണ്. പക്ഷേ അതുണ്ടാകുന്നത് 1929-ലാണ്. 1929, അതെ. അപ്പോൾ അത് പക്ഷേ എലക്ട് ചെയ്യാണ് ചെയ്യുന്നത് മാർപ്പാപ്പ. ചില രീതിശാസ്ത്രമൊക്കെ ഉണ്ടല്ലേ, ഒരു വെളുത്ത പുക വരും. അത് ഇലക്ഷൻ കഴിയുമ്പോൾ വെളുത്ത പുക വരും. അത് എലക്ട് ചെയ്യപ്പെട്ടു എന്ന് നാട്ടുകാരെ അറിയിക്കാനായിട്ട് വെളുത്ത പുക വരും. അപ്പോൾ കർദിനാൾമാരാണ്. ഇറ്റ്സ് കോൾഡ് ദി കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറയുന്നത്. കർദിനാളുകളുടെ കൊളീജിയം എന്ന് പറയാം. അപ്പോൾ ഈ കോളേജ് ഓഫ് കാർഡിനൽസ് ഈ ഇലക്ഷൻ നടത്തി കഴിഞ്ഞ് ആളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പുക വരും. അപ്പോൾ ആ പുക വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കും, അതെ, കേസ് ഒരുവിധം ആയി എന്ന് തീരുമാനമായി. അപ്പോൾ അതങ്ങനെ ദീർഘമായ യോഗമായിരിക്കുമോ? അത് കുറച്ച് ദീർഘമായിട്ട് പോകും അത്. അപ്പോൾ അത് അങ്ങനെ എലക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് മാർപ്പാപ്പ ആയി വരുന്നത്. പിന്നെ ഇങ്ങനെ ഈ രാജ്യം 115 ഏക്കറിൻ്റെ ഉണ്ടാകാനുള്ള കാരണം അന്ന് ഇറ്റലിയുടെ ഭരണാധികാരി മുസോളിനി ആയിരുന്നു. അപ്പോൾ മുസോളിനിയുടെയും മാർപ്പാപ്പയുടെ അന്നത്തെ പിയൂസ് മാർപ്പാപ്പയുണ്ടായിരുന്നു, പിയൂസ് 14 മറ്റായിരുന്നു. അപ്പോൾ മാർപ്പാപ്പയും ഈ പറയുന്ന ഇറ്റലിയുടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുസോളിനിയും തമ്മിൽ ധാരണയുടെ പുറത്ത് അങ്ങനെ ഒരു തീരുമാനമുണ്ടായി. അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായി ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടായി. അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം, പോപ്പ്. അദ്ദേഹം ആ രാജ്യത്തിൻ്റെയും ഭരണാധികാരിയാണ്. അതാണ് 29-ലെ വത്തിക്കാൻ്റെ സ്റ്റോറി. കഴിഞ്ഞ 95 കൊല്ലമായിട്ട് ലോകത്തിലെ ഏറ്റവും കൊച്ചു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ വത്തിക്കാൻ എന്നാണ് ഏത് കൊച്ചു കുട്ടിയും പറയുന്ന ഉത്തരം. ഇനി നമുക്ക് അൽബേനിയയിലേക്ക് വരാം. അതെ. അപ്പോൾ ഇപ്പോൾ ഈ വത്തിക്കാൻ്റെ പേരിനി പഴയ പോലെ നമ്മൾ അത്രയും ഓർക്കില്ല, കാരണം വേറെ അതിലും ചെറിയ ഒരു രാജ്യം വന്നു. വത്തിക്കാൻ്റെ ഇമ്പോർട്ടൻസ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രാജ്യം എന്നുള്ള രീതിയിൽ ചോദ്യം മാറും അല്ലേ? ചെറിയ രാജ്യം എന്നുള്ളതിന് പകരം കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ രാജ്യം, പോപ്പിന്റെ സാമ്രാജ്യം. ഇത് ചെറിയ രാജ്യമായതുകൊണ്ടായിരിക്കും ഒരിക്കൽ ഈ വത്തിക്കാൻ്റെ തീരുമാനവും മറ്റേ റഷ്യയുടെ തീരുമാനമൊക്കെ ആയിട്ട് ഇടയ്ക്ക് വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. പ്രത്യേകിച്ച് ജോസഫ് സ്റ്റാലിൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞതിന് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞു, ഐ ഷാൽ റേസ് മൈ ലിറ്റിൽ ഫിംഗർ ആൻഡ് ദി പോപ്പ് ഷാൽ സീസ് ടു എക്സിസ്റ്റ് എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജോസഫ് സ്റ്റാലിൻ. ഞാനൊരു ചെറുവിരലനക്കിയാൽ പോപ്പ് ഇല്ലാതാവുന്നല്ലേ? പക്ഷേ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളിലൊന്നായിട്ട് പിന്നീട് അത് മാറി. ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഏറ്റവും ചെറിയ രാജ്യം എന്നുള്ള സ്ഥാനം. വേറൊരു കാര്യം കൂടി സാർ എനിക്ക് തോന്നിയിട്ടുള്ളത്,
ഈ പോപ്പിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയും. ആരും ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ പോപ്പ് ഇടേണ്ട, വത്തിക്കാൻ ഇടപെടേണ്ട എന്നൊന്നും പറയാറില്ല. ആ റെസ്പെക്ട് എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. ആ റെസ്പെക്ട് എല്ലാ രാജ്യങ്ങളും കൊടുക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ഈ മാർപ്പാപ്പ പറയുന്ന പല കാര്യങ്ങളും ചില ക്രിസ്ത്യൻ കൺട്രീസിൽ അവർക്കത്ര സ്വീകാര്യ. ഉദാഹരണത്തിന് ഈയിടെ നമ്മൾ കണ്ടായിരുന്നല്ലോ ട്രംപിനെ പറ്റിയും കമലാ ഹാരിസിനെയൊക്കെ പറ്റി പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. രണ്ടാൾക്ക് എതിരായിട്ട് പറഞ്ഞു. അതേപോലെ യൂറോപ്യൻ കൺട്രീസിന് അദ്ദേഹം ശരിക്കും ശകാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെഫ്യൂജീസിനെ എടുക്കണില്ല, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, അവരെ മടക്കി അയക്കാമോ എന്നൊക്കെ പറഞ്ഞ് ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കാനാ പറയുന്നത്. ആത്മീയ നേതാവിന്റെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ എടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നോട്ട് മെനി ടേക്കേഴ്സ്, അത് അംഗീകരിക്കാൻ ആൾക്കാർക്ക് അനുഭവങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തായാലും അപ്പോൾ മാർപ്പാപ്പ എനിവേ ഹൈലി ഒരു റെസ്പെക്റ്റഡ് ഫിഗർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ മാർപ്പാപ്പ പഠിക്കുന്നുണ്ട് അല്ലേ, പുതിയ നിലപാടുകൾ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനോട്, ഗേ റിലേഷൻസിനോട്, ലെസ്ബിയൻ റിലേഷനോട് ഒക്കെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു ആത്മീയ നേതാവും നിലപാടെടുക്കുന്നതിന് മുമ്പേ പോപ്പ് എടുത്തിട്ടുണ്ട് നിലപാട്. അതിൽ കുറ്റപ്പെടുത്തേണ്ട സഭയെ പോലും പലപ്പോഴും കുറ്റപ്പെടുത്താറ്. സഭക്കകത്ത് നടക്കുന്ന അതിക്രമങ്ങൾ, അന്യായങ്ങൾ, അതിനെതിരെ വളരെ പരസ്യമായ സഭയിൽ ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയാനും മാർപ്പാപ്പമാർ മടിക്കാറില്ല, തുറന്നു പറയാറുണ്ട്. യെസ്, ഈ അൽബേനിയയിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ സാമ്യമുള്ളത്, ചെറിയൊരു ഒരു റിലേഷൻ ഉള്ളത് ഇറ്റലിയിൽ മുസോളിനി ഭരിക്കുമ്പോഴാണ് ഈ കരാർ ഉണ്ടാക്കിയിട്ട് ആ രാജ്യം ശുദ്ധ മതരഹിതനായിരുന്ന ലോകത്തിലെ വലിയ ഫാസിസ്റ്റ് എന്ന് ആദ്യം വിളിക്കേണ്ടത് മുസോളിനിയാണല്ലോ. ഫാസിസം എന്ന പദവും പാർട്ടിയും ഒക്കെ ഉണ്ടായത് അവിടെയാണല്ലോ. അദ്ദേഹമാണ് പക്ഷേ ലോകത്തിലെ മതത്തിന് ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അതൊരു ഒരു വല്ലാത്തൊരു യുണീക്കായ സംഘം, വളരെ വ്യത്യസ്തമായൊരു നടപടിയാണ്. രണ്ടാമത്, ഇതേ മുസോളിനിയുടെ കാലത്ത് മുസോളിനി ആക്രമിച്ച് ഇറ്റലിയുടെ കോളനിയായിരുന്നു അൽബേനിയ. ഈ അൽബേനിയയിലാണ് പുതിയ ഡെവലപ്മെന്റ്. അൽബേനിയ എന്ന രാജ്യം പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. പക്ഷേ പിന്നീട് കമ്മ്യൂണിസത്തിൽ നിന്നും അത് ജനാധിപത്യത്തിലേക്ക്, വലിയ വിപ്ലവങ്ങൾക്ക് ശേഷം ജനാധിപത്യത്തിലേക്ക് വളർന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അൽബേനിയയിലെ ഒരു പ്രധാനപ്പെട്ട 50% മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നു, ജനസംഖ്യയിൽ 50% മുസ്ലിങ്ങളാണ്. എന്നാൽ ഈ മുസ്ലിങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറിയിരിക്കുന്നു സൂഫികൾ. ഈ സൂഫികൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് ഇസ്ലാമിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ലോകത്തിലെ എല്ലാ ആത്മീയ ചിന്തകളുടെ ഒരു ഏകോപനം, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും എല്ലാ വിശ്വാസങ്ങളും ആത്യന്തികമായി ഒന്നാണെന്നും എല്ലാ മനുഷ്യരും ഒന്നാണെന്നും വാദിക്കുന്നൊരു ചിന്താ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ മതങ്ങളുടെ ഐഡൻറ്റിറ്റി അത് ബാധിക്കുന്നതുകൊണ്ട് ലോകത്തിലെ ഒട്ടുമിക്ക മതസംഘടനകളും മതസ്ഥാപനങ്ങളും മതകീയ രാജ്യങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ തന്നെ സൂഫിസത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന രണ്ട് കാര്യം, ഒന്ന് അത് ഇസ്ലാമേ അല്ല, ഇസ്ലാമിന് പുറത്താണ്. ഇപ്പോൾ സൗദി അറേബ്യയൊക്കെ പ്രൊഫൈലിടുമ്പോൾ റിലീജിയൻ ചോദിക്കുമ്പോൾ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, സൂഫിസം വേറൊരു റിലീജിയനായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. കാരണം അത് ഇസ്ലാമിന് പുറത്താണ്, ഇസ്ലാമിന് പുറത്തുള്ള മറ്റൊരു മതമായിട്ടല്ലാതെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് അവർ അംഗീകരിക്കില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് ലോകത്തിലെ കൊച്ചു രാജ്യമായിട്ട്, രാജ്യത്തിൻ്റെ പേരെന്താ സാറേ? ബക്താഷി എന്നൊരു പുതിയ രാജ്യം വരുന്നു അല്ലേ? 27 ഏക്കർ, വെറും 27 ഏക്കറുള്ള ഒരു കൊച്ചു നഗരം അല്ലേ? ആ നഗരം ഒരു രാജ്യമായി തീരുന്നു. അതിൻ്റെ പ്രത്യേകത അൽബേനിയക്കകത്തെ മുസ്ലിങ്ങളിൽ സൂഫികൾ എന്ന വിഭാഗത്തിന് ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്നു. അതിൻ്റെ പേരിലുണ്ടായ ഒരു രാഷ്ട്രീയ കരാറാണത്. ആ കരാറിൽ ഈ സൂഫികൾക്ക് മാത്രമായി ഒരു രാജ്യം വിട്ടുകൊടുക്കുന്നു. ഒരു പക്ഷേ അതിനൊരു ആത്മീയ നേതാവ് ഉണ്ടാവാം, മാർപ്പാപ്പയെ പോലെ അദ്ദേഹത്തിന്റെ അധീനതയിലാവാം. അത് ബാബാ മോണ്ടി എന്നാണെന്നാണോ അദ്ദേഹത്തിന്റെ പേര്? ബാബാ മോണ്ടി എന്ന ആത്മീയ നേതാവിന്റെ അദ്ദേഹമായിരിക്കും അവിടുത്തെ പോപ്പ് എന്നാണ്, സൂഫി പോപ്പ് അദ്ദേഹമായിരിക്കും. എന്തായാലും രണ്ട് കാര്യമാണ് ഇതിന്റെ പ്രത്യേകത. ഒന്ന്, സൂഫികൾക്ക് മാത്രമായി ലോകത്തൊരു രാജ്യം ഉണ്ടാവുന്നു. ആ രാജ്യം വെറും 27 ഏക്കറുള്ള രാജ്യമാണ്. ജനസംഖ്യയുടെ കണക്ക് വന്നിട്ടില്ല, വരുമായിരിക്കും. ആ രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നു. ഇന്നു മുതൽ ലോകത്തിൻ്റെ സോഷ്യൽ സയൻസ് എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബക്താഷി. ഇനി മുതൽ വത്തിക്കാന് പകരം ബക്താഷി എന്ന രാജ്യം ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ മാപ്പിൽ ഈ കൊച്ചു രാജ്യങ്ങൾ ഇതുണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ സാർ.
മതപരമായ എത്നിക് വിഭാഗങ്ങൾക്ക് ഓരോ മതത്തിനകത്ത് സംഘടനകളും പ്രസ്ഥാനങ്ങളും എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ആകുന്നതിന് പകരം രാജ്യത്തിനകത്ത് ഇങ്ങനെ എത്നിസിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവർക്കൊക്കെ സ്വതന്ത്ര രാജ്യങ്ങൾ കൊടുക്കാൻ പോയാൽ അതുണ്ടാക്കാവുന്ന ട്രെൻഡ് എന്തായിരിക്കും? അത് പ്രശ്നമാവും. ഏതായാലും ഇവിടെ ഇവർക്ക് സമാധാനമായിട്ട് പോകാൻ കഴിയുമായിരിക്കും, കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഈ സൂഫി കുറച്ചുകൂടി ലിബറൽ സമാധാനപ്രിയരാണ്. ഇന്ത്യയിലും ഐ തിങ്ക് അവരുടെ സമാധാനപ്രിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ അജ്മീറിലെ ദർഗാ ഉണ്ടല്ലോ, അതുപോലെ വ്യാപകമായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ ഒരു ഭീഷണി നേരിടാണ്. പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അവിടെ സമാധാന പ്രേമികളാണല്ലോ ഭീഷണി നേരിടുന്നത്. പാകിസ്ഥാനിൽ ഇഷ്യൂസ് ഉണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ സൂഫികൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അവർക്ക് വലിയ സ്വീകാര്യതയുണ്ട്. കാരണം ഈ മനുഷ്യനെ കൊല്ലാനും തല്ലാനും ബോംബ് പൊട്ടിക്കാനും പോകുന്നതിനെതിരായി വലിയൊരു ആത്മീയ ചിന്ത, സൂഫിസത്തെക്കുറിച്ച് ഉള്ള ഒരു ചരിത്രപരമായ കാഴ്ചപ്പാട് തന്നെ അതാണ്. ആളുകൾ അഗ്രസീവ് ആകുമ്പോൾ, ആളുകൾ കലാപം കൂട്ടാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾക്കെതിരായി വലിയ രക്തച്ചൊരിച്ചിൽ നടക്കുമ്പോൾ ഭരണകൂടം കൂടി പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇത്തരം ആളുകളെ ആത്മീയമായ സമാധാനത്തിൻ്റെ പാത വെട്ടി തുറക്കുന്നതിന്. പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് നമുക്കൊരു പ്രത്യേക ബന്ധമുണ്ട്. ഇപ്പം ബക്താഷിയായിട്ട് മിക്കവാറും ഇന്ത്യ നല്ല ബന്ധത്തിൽ പോകാനാണ് സാധ്യത. ഒന്നാമത്തെ സൂഫിക്ക് അംഗീകാരമുണ്ട്. പിന്നെ ഈ അൽബേനിയ ആയിട്ടും ഒരു ബന്ധമുണ്ട്. കാരണം മദർ തെരേസ വാസ് ഫ്രം അൽബേനിയ. എക്സാക്ട്ലി, സാർ ഓർത്ത് നന്നായി. അങ്ങനെ കടപ്പാട് കൂടിയാണ്. അതെ. പിന്നെ മദർ തെരേസയുടെ നാടാണ് അവർ. പിന്നെ ഇൻ ദി റിയൽ സെൻസ് ഓഫ് ദി ടൈം സെക്യുലറിസം ഒബ്സർവ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് അൽബേനിയ. സെക്യുലറാണ്. 50% മുസ്ലിംസ് ഉണ്ട്. അവരും ബാക്കിയുള്ളവരൊക്കെ. പക്ഷേ അവരും എനിക്ക് തോന്നുന്നു സെക്യുലർ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഒരു ഐഡന്റിറ്റിയുള്ള രാജ്യം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. ഏതായാലും അൽബേനിയ മദർ തെരേസയെ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. മദർ തെരേസയുടെ മഹിതമായ മാതൃക, ഒരു രാഷ്ട്രീയമായ നിർമ്മിതിയിലൂടെ അൽബേനിയ ഒരിക്കൽ കൂടി ആദരവ് പിടിച്ചു പറ്റുന്നു ലോകത്ത്. ഏറ്റവും അങ്ങനെ ഏറെ ഒരു തരത്തിലും രാഷ്ട്രീയമായ ഒരു സംഘർഷമോ ഒരു സംവിധാനമോ സംഘടനാബോധമോ ലോകത്തിലെവിടെയെങ്കിലും കുഴപ്പത്തിൻ്റെ കണക്കിലോ വിപ്ലവത്തിൻ്റെ കണക്കിലോ ഒന്നും പെടാത്ത സമാധാനപ്രിയരായ ശാന്തന്മാരായ സൂഫികൾക്ക് ഒരു രാജ്യം കൊടുക്കാൻ അൽബേനിയ തയ്യാറായിരിക്കുന്നു. മദർ തെരേസയെ ജനിപ്പിച്ചു എന്നതുപോലെ തന്നെ ആദരവർഹിക്കുന്ന ഒരു കാര്യമായി നമുക്ക് അൽബേനിയക്ക് ഈ സമയത്ത് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. പുതിയ രാജ്യത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.